എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ക്രിമിനൽ ലോയിൽ ഇന്നു മുതലാണ് മാറ്റം. ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 നിയമങ്ങളാണുള്ളത്. ഒന്ന് IPC, ഇന്ത്യൻ പീനൽ കോഡ്. രണ്ടാമത് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. പിന്നെ എവിഡൻസ് ലോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യം ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ കോഡാണ്. കുറ്റകൃത്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ പണിഷ്മെൻ്റ് എന്താണെന്ന് പറയുന്നു, അതിൻ്റെ സെക്ഷൻസ് പറയുന്നു. ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുമ്പം അതിൽ നടപ്പിൽ വരുത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയറാണെന്ന് വിശദീകരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തെളിവ്, പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയും, അതുമായിട്ട് സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. ഇത് 3നും പകരമായിട്ട് നമുക്ക് 3 പുതിയ ടൈറ്റിലോടുകൂടി പുതിയ പേരിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് പഴയ നിയമം തന്നെയാണ്, ഒരു 90%. പക്ഷേ കാതലായ ചില മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ശിക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതിന് പകരം നീതി ഉറപ്പാക്കുക എന്നതാണ് ഈ ചുവടുമാറ്റത്തിൻ്റെ പ്രധാന ചുവടുവെപ്പ്. പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമതാണ്. അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന നിയമം അതങ്ങനെ തന്നെ തുടരുകയായിരുന്നു നമ്മുടെ രാജ്യത്ത്. ബ്രിട്ടീഷുകാരുടെ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ ഒഫൻസും എടുത്ത് നോക്കുക. തെഫ്റ്റ് അഥവാ മോഷണം, റേപ്പ് അഥവാ ബലാത്സംഗം, ഇങ്ങനെ പല ഒഫൻസും നമ്മളെടുത്ത് നോക്കണം. IPC പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലീഗൽ തോട്ട് പല സ്മൃതികളിൽ ഉണ്ട്. യജ്ഞവൽക്യ സ്മൃതി, അതുപോലെ മനുസ്മൃതി, ഇതിനകത്തൊക്കെ ഈ തെഫ്റ്റ് അല്ലെങ്കിൽ റേപ്പ് അതിനെക്കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്മൃതികൾ കൂടാതെ വളരെയധികം സ്മൃതികളുണ്ട്, അതിനകത്തൊക്കെ ഇതിന് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ തന്നെയാണ് പഴയ ഇന്ത്യൻ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ശിക്ഷാരീതികളിൽ വ്യത്യാസമുണ്ടായിരുന്നെന്ന് മാത്രം. ഇന്നത്തെ ശിക്ഷാരീതി ആയിരുന്നില്ല അന്നത്തെ ശിക്ഷാരീതി, അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. വ്യത്യസ്തമായ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഊന്നൽ വ്യത്യാസപ്പെട്ടിരുന്നു. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത്, ഇന്ത്യയുടെ പഴയ നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലീഗൽ തോട്ടും ബ്രിട്ടീഷ് ലോയും തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ലോയും തമ്മിൽ കമ്പയർ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിതയെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മളുടെ ശിക്ഷാ നിയമത്തിൽ, നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ, പീനൽ കോഡിൽ സാമൂഹ്യ സേവനം ഒരു ശിക്ഷയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സാമൂഹ്യ സേവനം ഒരു ശിക്ഷയായിട്ട് ഉൾപ്പെടുത്തി അങ്ങനെ നിയമമുള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ പലതുമുണ്ട്. അവിടെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, ചില ഒഫൻസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, സാമൂഹ്യ സേവനം, കമ്മ്യൂണിറ്റി സർവീസാണ് അവിടുത്തെ ശിക്ഷ. പണ്ട് നമ്മളിവിടെ ഫൈനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻ്റ് ആയിരുന്നെങ്കിൽ, ഇപ്പം 6 വകുപ്പുകളിൽ, പ്രധാനമായിട്ട് 6 കുറ്റകൃത്യങ്ങളിൽ സാമൂഹ്യ സേവനമാണ് ശിക്ഷയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് വന്നിരിക്കുന്നത് അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, ആത്മഹത്യാശ്രമം. IPC 309 സെക്ഷൻ. BNS, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 226. അപ്പോൾ IPC പ്രകാരം ആത്മഹത്യാശ്രമം, ആത്മഹത്യ ചെയ്യുന്ന ആളിനെ നമുക്ക് ശിക്ഷിക്കാൻ മാർഗമില്ല.
അതിൽ വിജയിക്കുന്ന ആളിനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അത് ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ആളിനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു അരോചകമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു കുറ്റകൃത്യം ചെയ്യുന്ന വിജയിക്കുന്ന ആളിനെ ശിക്ഷിക്കാൻ അവസരം കിട്ടാതെ വരിക, അതുപോലെ തന്നെ അതിന് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളിനെ ശിക്ഷിക്കുക, അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്, ഒരു ലോജിക്ക് അതിനകത്തില്ല. അത് കണ്ടുകൊണ്ട് സുപ്രീം കോടതി ഈ ശിക്ഷ മരവിപ്പിച്ചിരുന്നു. ആത്മഹത്യാശ്രമം കുറ്റകൃത്യമല്ലാതാക്കിയിരുന്നു. എന്നാൽ BNS ഇന്നു മുതൽ അത് ഒരു കുറ്റകൃത്യമായിട്ട് വന്നിരിക്കുകയാണ്, ആത്മഹത്യാശ്രമം. പക്ഷേ ഇവിടെ ആത്മഹത്യാശ്രമം നടത്തുന്ന ആളിനെ ജയിലിൽ പിടിച്ചിടുന്നില്ല. കാരണം അവനൊന്നാമത് ഛർദ്ദിച്ചും തൂറ്റിയും കിടക്കുന്ന സമയമായിരിക്കും. ആത്മഹത്യക്കുള്ള ശ്രമം, വിഷം കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ജീവിതം ഒരു ദുസ്സഹമായ സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവനെ ജയിലിൽ പിടിച്ചിടുക അല്ലെങ്കിൽ അവനെ ഫൈൻ ഈടാക്കുക, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അവൻ റിക്കവർ ചെയ്ത് വരുന്നതോടുകൂടി അവൻ്റെ ആത്മഹത്യാശ്രമത്തിൽ നിന്നും അവർ ശാരീരികമായിട്ട് മോചനം ലഭിക്കുന്നതോടുകൂടി അവനെ കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടിയിട്ട്, സാമൂഹ്യ സേവനത്തിന് അവനെ വിടുകയാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ ശ്രദ്ധിക്കുക. IPCയിൽ പഴയത് 309, ഇന്നത്തെ BNSൽ സെക്ഷൻ 226 ആത്മഹത്യാശ്രമം. പിന്നീട് വരുന്നത് പൊതുസ്ഥലത്തെ മദ്യപാനം. പണ്ട് IPCയിൽ, ഇന്നലെ വരെ IPCയിൽ 510 ആയിരുന്നത് ഇന്ന് BNSൽ 355 സെക്ഷൻ. അപ്പോൾ പൊതുസ്ഥലത്തിരുന്ന് മദ്യപാനം ചെയ്യുക, സാധാരണ പണ്ടൊക്കെ ഒരു ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ അത് മാറ്റി അവനെ സാമൂഹ്യ സേവനത്തിന് വിടുക എന്നുള്ളതാണ്. അതുപോലെയാണ് മൂന്നാമത് വേറൊരു ഒഫൻസ്, മോഷണം, തെഫ്റ്റ് എന്ന് പറയും. തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യേകതയുള്ള ഈ തെഫ്റ്റിനെ ഇവിടെ പുതിയ നിയമം BNS അതിനെ തരം തിരിക്കുകയാണ്, രണ്ടായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. 5000 രൂപ വരെയുള്ള മോഷണത്തിന്, രൂപ എന്നുള്ളതല്ല, അത് ആ മൂല്യം വരുന്ന മോഷണത്തിന് സാമൂഹ്യ സേവനമാണ് ശിക്ഷ. അതിന് മുകളിലുള്ള മോഷണം എന്താണോ അതിൻ്റെ നിയമത്തിൽ പറയുന്ന ശിക്ഷാവിധികൾ അതനുസരിച്ച് പോകണം. അപ്പം അതിനെ രണ്ടായിട്ട് തരം തിരിക്കുകയും 5000 താഴെ മൂല്യമുള്ള മോഷണം നടത്തുന്ന ഒരാൾക്ക് സാമൂഹ്യ സേവനമാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം ആത്മഹത്യാശ്രമം കണ്ടു, പൊതുസ്ഥലത്തെ മദ്യപാനം കണ്ടു, പിന്നെ മോഷണം ഞാൻ പറഞ്ഞ 2 തരത്തിലുണ്ട്. 5000 രൂപയ്ക്ക് താഴെ വരുന്ന മോഷണത്തിനാണ് സാമൂഹ്യ സേവനം ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഡിഫമേഷൻ, മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, അതിനുള്ള ശിക്ഷ IPC പറഞ്ഞ 499, BNSൽ 356 356. അപ്പോൾ ഈ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, അതിന് സാമൂഹ്യ സേവനം, കമ്മ്യൂണിറ്റി സർവീസാണ് ശിക്ഷ. അല്ലാതെ അവന് ഇംപ്രിസൺമെൻ്റ് ഇല്ല അല്ലെങ്കിൽ ഫൈനില്ല, അങ്ങനെയുള്ള നടപടികളൊന്നും ഇനി ഉണ്ടാവില്ല. ശിക്ഷാ നടപടി എന്ന് പറയുമ്പോൾ സാമൂഹ്യ സേവനം മാത്രമായിരിക്കും. 5ാമത്തെ കുറ്റകൃത്യം, പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യം പറയുക, തെറിപ്പാട്ട് നടത്തുക, തെറി വിളിക്കുക, ഒബ്സീനായിട്ടുള്ള ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ അസഭ്യം ചുവയുള്ള വാക്കുകൾ പറയുക പൊതുസ്ഥലത്ത് വെച്ച്. പണ്ട് IPCയിൽ 294 ആണെങ്കിൽ ഇന്ന് BNSൽ അത് സെക്ഷൻ 296. അപ്പോൾ സെക്ഷനിൻ്റെ നമ്പറുകൾ കംപ്ലീറ്റ് ഈ IPCയും BNS മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതലുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് ഇത് ബാധകമാകുക. ഇന്നലെ വരെയുള്ള കുറ്റകൃത്യത്തിന് ഇത് ബാധകമല്ല. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇന്നാണ്. പക്ഷേ ഇന്നലെ നടന്നുകൊണ്ടിരുന്ന കേസ് ഇന്ന് വരുമ്പോൾ അതിൻ്റെ ഒഫൻസിൻ്റെ നമ്പരൊന്നും മാറുന്നില്ല. ഇന്നു മുതൽ നടക്കുന്ന, കമ്മിറ്റ് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് ഇത് ബാധകമാകുന്നത്. അപ്പോൾ നമ്മൾ 5ാമത്തെ കണ്ടു, പൊതുസ്ഥലത്ത് അസഭ്യം പറയുന്ന കാര്യം കണ്ടു. 6ാമതായിട്ട് പറയുന്നത് പബ്ലിക് നോയിസൻസ്, പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന പെരുമാറ്റം. അത് ചിലപ്പോൾ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതായിരിക്കും, പൊതുസ്ഥലത്ത് മുറുക്കിത്തുപ്പുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഉച്ചത്തിൽ അനുവാദമില്ലാതെ തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഒച്ച ഉണ്ടാക്കുന്നതായിരിക്കും, കൊളാമ്പി ഉപയോഗിക്കുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് നോയിസൻസ്. അത് സെക്ഷൻ IPCയിൽ 268 ആണെങ്കിൽ BNSൽ 270. അപ്പോൾ ഈ 6 തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹിക സേവനമാണ് ശിക്ഷ.
അതിന് ജയിലിൽ പോകേണ്ട കാര്യമില്ല, അതിനുള്ള ഇംപ്രിസൺമെൻറ്റിനുള്ള വ്യവസ്ഥയില്ല, അതുപോലെ ഫൈൻ ഈടാക്കത്തില്ല. അപ്പോൾ സാമൂഹ്യ സേവനമാണ് ശിക്ഷ. ഈ സാമൂഹ്യ സേവനം എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഉദാഹരണം, ആത്മഹത്യാശ്രമം നടത്തുന്ന ഒരാളിനെ നമ്മൾ എന്ത് തരത്തിലുള്ള സാമൂഹ്യ സേവനത്തിനായിരിക്കും വിടേണ്ടി വരിക? അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആളുടെ ആ കുറ്റകൃത്യ പ്രവണത നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനത്തിനായിരിക്കും അയാളെ വിടുക. സമൂഹത്തിന് ഗുണമാകുകയും ചെയ്യും, അയാളുടെ സ്വഭാവത്തിനൊരു ബെറ്റർമെൻ്റ് ഉണ്ടാകുകയും ചെയ്യും. സ്വഭാവത്തിൽ വ്യതിയാനം ഉണ്ടാകും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും, സമൂഹത്തിന് ഗുണവും കിട്ടും. ഇയാളെ പിടിച്ച് ജയിലിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ പോയവനെ ഇല്ല. അയാൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ അയാൾക്ക് 1 മാസത്തെയോ 2 മാസത്തെയോ കമ്മ്യൂണിറ്റി സർവീസിങ്, അത് എന്തൊക്കെയാണെന്ന് നിയമം വരാൻ പോകുന്നത് നമ്മൾ വായിച്ചിട്ടില്ല. അത് കാണുമ്പോൾ അറിയാം എത്ര നാളത്തെ കമ്മ്യൂണിറ്റി സർവീസിംഗ് ആണ് ശിക്ഷ എന്ന് നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസിംഗ് ആണ്? ഹോസ്പിറ്റലിലാണോ, അതോ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ വൃത്തിയാക്കുകയാണോ, ചന്ത വൃത്തിയാക്കുകയാണോ, എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുന്ന സർവീസാണ് അവർ ചെയ്യുന്നത്. ഒരു നല്ലൊരു പ്രവണതയാണ് ഈ കാണിക്കുന്നത്. നല്ലൊരു ഷിഫ്റ്റ് ആണ് ഇൻ എംഫസിസ്. അപ്പോൾ ശിക്ഷിക്കുക എന്ന് പറയുമ്പം ആ ശിക്ഷ കൊണ്ട് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് പ്രയോജനമില്ല, സമൂഹത്തിന് പ്രയോജനമില്ല. ഇപ്പോൾ ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് ബെറ്റർമെൻ്റ് ഉണ്ടാകുന്നു, സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്നു, ഇല്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആത്മഹത്യയുടെ കാര്യം പറഞ്ഞു. അതുപോലെ പൊതു സ്ഥലത്തെ മദ്യപാനം, അവന് മദ്യപാനം നടത്താത്ത രീതിയിൽ അവനെ ഏത് തരത്തിലാണ് അവനെ മദ്യപാനം കുറച്ച് കൊണ്ടുവരുന്നത്, ആ വിപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളത് എന്തായിരിക്കും, അതനുസരിച്ചുള്ള ഒരു സാമൂഹ്യ സേവനമായിരിക്കും ആക്കിയിട്ട് കൊടുക്കുന്നത്. മോഷണം അതുപോലെ യോജിക്കുന്ന, അവനെ ബെറ്റർ ചെയ്യുന്ന, അവനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, ക്യാരക്ടർ നന്നാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനം അവൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ ഡിഫമേഷൻ ആണെങ്കിലും, പൊതുസ്ഥലത്ത് അസഭ്യം പറയുകയാണെങ്കിലും, പബ്ലിക് നോയിസൻസ് ആണെങ്കിലും എല്ലായിടത്തും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത് ആ മനുഷ്യൻ്റെ ബെറ്റർമെൻറ്റ് ഓഫ് ക്യാരക്ടർ, സ്വഭാവ രൂപീകരണത്തിൽ, അവൻ്റെ സ്വഭാവത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുക, അവൻ്റെ ക്രിമിനൽ ടെൻഡൻസി കുറച്ചുകൊണ്ട് വരിക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. പിന്നെ വരുന്നത് പ്രധാനമായിട്ടും ജയിൽ ശിക്ഷ കൊണ്ട് സർക്കാരിന് ഭാരിച്ച ചിലവാണുള്ളത്. ഈ ജയിൽ ശിക്ഷ കൊണ്ട് വരുന്നവന് ഭക്ഷണം കൊടുക്കണം, ജയിലർമാർക്ക് ശമ്പളം കൊടുക്കണം, സ്റ്റാഫ് വേണം, അത് വേണം, ഇത് വേണം, മൊത്തം ചിലവാണ്. ഇപ്പോൾ സാമൂഹ്യ സേവനമാണെങ്കിൽ ഒരു ഗുണമുള്ളത്, സമൂഹത്തിന് ഗുണകരമായിട്ട് അത് ഭവിക്കുകയും ചെയ്യും, സർക്കാരിന് ചിലവ് കുറയുകയും ചെയ്യും. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുക, അതുപോലെ അവൻ്റെ സ്വഭാവത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക, പൊതു ഖജനാവിൽ നിന്നും ജയിലിന് വേണ്ടി, അവൻ്റെ ഇംപ്രിസൺമെൻറ്റിന് വേണ്ടിയിട്ട് പണം നഷ്ടപ്പെടാതിരിക്കുക മുതലായവയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ. എന്താണെങ്കിലും ഇതൊരു നല്ല തുടക്കം തന്നെയാണ്. സാമൂഹ്യ സേവനം ഏതൊരു വ്യക്തിക്കും ചേർന്നതാണ്. ക്രിമിനലിനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും സാമൂഹ്യ സേവനത്തിന് അവൻ സമയം കണ്ടെത്തേണ്ടതാണ്. അത് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പെറ്റി ഒഫൻസസ്, ഈ ആറ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പെറ്റി ഒഫൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പെറ്റി ഒഫൻസ്, അതിനൊക്കെ ഈ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവന് ഡാമേജിങ് ആകാതെ, അവൻ്റെ സ്വഭാവത്തിനെ ബാധിക്കാതെ, സ്വഭാവത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ കുടുംബ ജീവിതത്തെ ബാധിക്കാതെ, സമൂഹത്തിന് അവൻ ഒരു മുതൽക്കൂട്ടാക്കുന്ന തരത്തിൽ അവനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സാമൂഹ്യ സേവനം എന്ന ശിക്ഷാരീതിയുടെ അടിസ്ഥാനം. അതിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് കൂടുതൽ ഈ IPC അല്ലെങ്കിൽ പുതിയ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.